ഹായ് ഗൈസ്. സോ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നതെന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റ് സൺഡേ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. വേറെ ഒന്നുമില്ല, ലാസ്റ്റ് സൺഡേ ഞാൻ ഈ KSRTCയുടെ സ്വിഫ്റ്റിൻ്റെ ആപ്പ് വഴി ഒരു ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർത്ത് പറവൂരിൽ നിന്ന് കരുനാഗപ്പള്ളി വരെയുള്ള ബസ്സായിരുന്നു. മോർണിംഗ് 5:05 ബസ്. അപ്പം ഞാൻ അവിടെ രാവിലെ ഒരു 4:45 സ്റ്റാൻഡിലെത്തി. അറൗണ്ട് 4:29 വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് കണ്ടക്ടറിനെ കോൺടാക്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ബസ് ബ്രേക്ക് ഡൗൺ ആണ്. 5:30 ആയപ്പോഴാണ് അവർ പറയുന്നത്. അതും ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് പറഞ്ഞത് വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്, കൊടുങ്ങല്ലൂരിൽ നിന്ന് എടുത്തിട്ടില്ല. സോ ഇനി വരാൻ പോകുന്ന ബസ്സിൽ കയറി ഏതെങ്കിലും കൊല്ലം സൈഡിലോട്ട് പോകുന്ന നെക്സ്റ്റ് ബസ്സിൽ നിന്ന് കയറിക്കോ, ആ കണ്ടക്ടറിനെ ഈ ടിക്കറ്റ് ഡീറ്റെയിൽസ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. സോ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാരണം അവർ കൈ ഒഴിഞ്ഞ മട്ടിലാണ് ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറി പൊക്കോ, ടിക്കറ്റ് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ബസ് വന്നു, കൊല്ലത്തോട്ടുള്ള വണ്ടിയായിരുന്നു. അപ്പം ബസ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അതിനകത്ത് ഞാൻ കയറാൻ നേരത്തെ കണ്ടക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു, ഈ ബസ് ബുക്കിംഗ് ഉള്ള ബസ്സാണോ, നമുക്ക് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ആയിപ്പോയി, അപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ പുള്ളി ഒന്നും മിണ്ടാണ്ട് നേരെ ബസ്സിനകത്തോട്ട് കയറിയിട്ട് ഫേസ് ചെയ്ത് സംസാരിക്കാൻ പോലും പുള്ളിക്ക് താല്പര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ പൈസ കൊടുത്ത് ട്രാവൽ ചെയ്തെടുത്തുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് പുള്ളി ഒന്നുകൂടെ വിളിച്ചിട്ട്, ചേട്ടാ ഈ ബസ്സിൽ കയറാൻ പറ്റുമോ, നമുക്ക് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി മറ്റേ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല കേട്ടോ. പുള്ളിയുടെ നമ്മൾ നിർബന്ധിച്ച് എന്ത് പിടിച്ചു നിർത്തി ജോലി ചെയ്യിപ്പിക്കുന്ന പോലൊരു ഭാവത്തിലാണ് പുള്ളി നിൽക്കുന്നത്. എന്നിട്ട് പുള്ളി ലാസ്റ്റ് പറഞ്ഞു, സീറ്റൊന്നും തരാൻ പറ്റത്തില്ല, ഇത് ബുക്കിംഗ് ഉള്ള ബസ്സൊന്നുമല്ല, നിന്ന് പോകണം, സീറ്റ് തരാനൊന്നും പറ്റത്തില്ല. ഞാൻ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഒരു നല്ലൊരു കാര്യമാണ് KSRTC ഇപ്പോൾ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ശരി, എനിക്ക് കൊല്ലം വരെ ഇത്രയും പൈസ കൊടുത്തിട്ട് ബുക്ക് ചെയ്ത് പോകുമ്പം സീറ്റ് ഇല്ലാണ്ട് പോകേണ്ട ആവശ്യം എനിക്കില്ല, ശരി ഇറക്കിക്കോളാൻ പറഞ്ഞു. ബസ് പോകുന്ന കൂട്ടത്തിൽ പുള്ളി ബെല്ലടിച്ച് എന്നെ ഇറക്കി. ഭയങ്കര മാന്യതയാണ് ആ പുള്ളിക്ക്, നല്ലൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. കാരണം അത്രയ്ക്ക് ജോലി ചെയ്യുന്നതിനോടുള്ള പുള്ളിയുടെ ഇതിന് ഞാൻ ഒന്നും പറയാനില്ല. ജീവിക്കാൻ വേണ്ടി പണിയെടുക്കുവാണ്, വേറൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടുന്ന് ഞാൻ നോർത്ത് പറവൂർ സ്റ്റാൻഡിൽ ഇരിക്കുന്ന പുള്ളിയെടുത്ത്, ഓഫീസിലിരിക്കുന്ന പുള്ളിയെടുത്ത് ഞാൻ സംസാരിച്ചു. ഇങ്ങനെ ബുക്ക് ചെയ്ത് പോകുന്ന ഒരാൾക്ക് അടുത്ത ഓപ്ഷൻ നിങ്ങൾ തരില്ലേ? എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ വന്ന് ലേറ്റ് ആയിട്ട് ബസ് മിസ്സായി പോയതല്ല, അവരുടെ നിന്ന് കേടായി ബസ്, അതിന് പകരം വേറെ ബസ്സൊന്നും വന്നിട്ടില്ല, അടുത്ത വരാൻ പോകുന്ന ലിസ്റ്റിലുള്ള ബസ്സിനകത്ത് കയറി പോവാ, ഇങ്ങനെയാണ് പറഞ്ഞത്. ആ ബസ്സിൽ കയറിയപ്പോൾ അനുഭവമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറയാണ്, ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല, ബസ്സിൽ സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, കുനിഞ്ഞിരിക്കുക. എനിക്ക് അയാളുടെ മുഖം കണ്ടപ്പോൾ അറിയാം, ഇതൊക്കെ എന്തായാലും പണിയെടുത്തില്ലെങ്കിലും സാലറി കിട്ടും, അപ്പോൾ ഇതൊന്നും ഇവർക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്കത് മനസ്സിലായി. അപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ ശരി എനിക്ക് ആ ഇപ്പോൾ പോയ ബസ്സിൻ്റെ ബസ് നമ്പറും ഡീറ്റെയിൽസും ഒന്ന് തരാമോ, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. പുള്ളി പേപ്പർ നോക്കിയിട്ട് പറയാണ്, സിമ്പിളായിട്ട് പറയാണ്, ഈ ബസ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇപ്പോൾ സ്റ്റാറ്റിൽ കയറിയത് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടില്ല. എന്താണ് എനിക്ക് പറയാൻ, എനിക്ക് പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് വെറും പുച്ഛമാണ് തോന്നിയത്. കാരണം ഈ നമ്മുടെ KSRTCയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. തോന്നിവാസം എന്ന് പറഞ്ഞ സാധനമാണ് അവിടെ നടക്കുന്നത്, മച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ. കാരണം അവർക്ക് തോന്നുന്ന പോലെയാണ് ആ സർവീസ് നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പം അത് ഉപയോഗിക്കാതെ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്കിത്രേ പറയാനുള്ളൂ, പൈസ കൊടുക്കുന്നവനൊരു വില കൊടുക്കണം. അവർ നിങ്ങളെ വിശ്വസിച്ചായിരിക്കും ആപ്പ് വഴി ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ വരുന്നത്. എൻ്റെ കാര്യം പോട്ടെ, എനിക്ക് വലിയ എമർജൻസിയും കാര്യങ്ങളും ഇല്ല. പക്ഷെ എമർജൻസി ഒരു എക്സാമിന് പോകുന്ന ആളായിരുന്നെങ്കിലോ, അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നതാണെങ്കിലോ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇതിൽ? ശരി, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് KSRTCക്ക്, എനിക്ക് എന്താണ് അവിടുന്ന് വരുന്ന റെസ്പോൺസ് എന്ന് ഞാൻ ഷെയർ ചെയ്യാം. പക്ഷേ ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വേസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര അടിപൊളിയായിട്ടോ KSRTC.